നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ജർമ്മനി ഇന്ന് അവരുടെ ആദ്യ മത്സരം കളിക്കുകയാണ്. എതിരാളികൾ കുർസാവോയാണ്. രാത്രി ഇന്ത്യൻ സമയം 10:30 ആ കളി. അപ്പോൾ ജമാൽ മുസിയാല ഇപ്പോൾ പരിക്കൊക്കെ മാറിയ ആൾ കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ആ ഒരു റിതം വേണ്ട വിധത്തിൽ കിട്ടിയിട്ടില്ല എന്നുള്ളൊരു വിമർശനം പല കോണുകളിൽ നിന്നുണ്ട്. ഇപ്പോൾ യർഗൻ ക്ലോപ്പ് അതുപോലെ തന്നെ തോമസ് മുള്ളർ ഇപ്പം അവർ ജർമ്മൻ ചാനലായിട്ടുള്ള മാഗ്നറ്റ ടി വിയിൽ കാര്യങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു, ഡെനിസ് യുണ്ടാവിനെ കളിപ്പിക്കണം. സ്റ്റുട്ട്ഗാർട്ടിൻ്റെ സ്ട്രൈക്കറായ ഡെനിസ് യുണ്ടാവിനെ കളിപ്പിക്കണം ഇൻ പ്ലേസ് ഓഫ് മുസിയാല എന്നാണ് അവരുടെ വാദം. അത് ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ്. മുസിയാലയ്ക്ക് അറിതമില്ല എന്നുള്ളൊരു ഒരു വിമർശനമുണ്ട്. പക്ഷെ ലോതർ മത്തേയൂസ് അതിനെ എതിർക്കുകയാണ് ചെയ്തത്. ക്ലോപ്പിനെയും മുള്ളറെയൊക്കെ നിശിതമായിട്ട് വിമർശിച്ചു ജർമ്മൻ ഇതിഹാസമായിട്ടുള്ള ലോതർ മത്തേയൂസ് പറഞ്ഞത്, ശരിക്കും പറഞ്ഞത് വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യമാണ്. യർഗൻ ക്ലോപ്പും തോമസ് മുള്ളറും ജമാൽ മുസിയാലയ്ക്ക് പകരം ഓപ്പണിംഗ് മത്സരത്തിൽ ഡെനിസ് യുണ്ടാവിനെ കളിപ്പിക്കണമെന്ന് പറയുന്നത്. ഞാൻ അവരുടെ ഒപ്പീനിയനെ റെസ്പെക്റ്റ് ചെയ്യുന്നു, പക്ഷേ ഞാൻ ഇത് ആക്സെപ്റ്റ് ചെയ്യരുത് എന്നുള്ളൊരാവശ്യമാണ് എനിക്കുള്ളത്. ഞാൻ വിചാരിക്കുന്നത് ഇത് ലാക്ക് ഓഫ് സെൻസിറ്റിവിറ്റിയാണ്. ക്ലോപ്പിൽ നിന്ന്, മറ്റാരിൽ നിന്നുമല്ല, ക്ലോപ്പിൽ നിന്ന് ഇത് വരുന്നു ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. ഒരു സക്സസ്ഫുൾ വേൾഡ് കപ്പ് വേണമെങ്കിൽ ജർമ്മനിക്ക് മുസിയാലയുടെ ക്വാളിറ്റി വേണം. ദാറ്റ്സ് വൈ ഹി നീഡ്സ് കോൺഫിഡൻസ് ആൻഡ് പ്ലേയിങ് ടൈം എന്നാണ് ലോതർ മത്തേയൂസ് ബിൽഡിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ബിൽഡ് എന്ന ജർമ്മൻ മാധ്യമത്തിൽ നടത്തിയത്. അപ്പോൾ എന്തായാലും പ്രസ് കോൺഫറൻസിൽ ഇന്നലെ ഉലൻ നഗൽസ്മാന് മുന്നിലേക്ക് ഈ ഒരു വിഷയം വന്നു. ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ക്ലോപ്പും മുള്ളറും ഒക്കെ എന്തു പറയുന്നു ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മറുപടി, I think it's important that everyone assesses the situation for themselves. നമ്മുടെ ടീമിൻ്റെ ഓരോ കാര്യങ്ങളും എല്ലാവരും അവരവരുടെ രീതിയിൽ അസസ് ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്ക് എൻ്റേതായിട്ടുള്ള ഐഡിയാസും കൺവിക്ഷൻസും ഉണ്ട്, പക്ഷേ ഞാൻ അതെന്താണെന്ന് ഇപ്പോൾ പറയാൻ തയ്യാറല്ല. അറ്റ്ലീസ്റ്റ് വി ഹാവ് മെനി എക്സ്പേർട്സ്, മെനി പീപ്പിൾ ആൻഡ് ഓൾസോ തോമസ്, യർഗൻ, അവരെല്ലാം നൈസ് ഗൈസാണ്, വളരെ സക്സസ്ഫുൾ ആണ് ഫുട്ബോൾ വേൾഡിൽ. അപ്പോൾ അതൊക്കെ അനലൈസ് ചെയ്യാൻ നമുക്ക് ആളുണ്ടല്ലോ എന്നുള്ള സന്തോഷമാണ് എനിക്കുള്ളത്. സോ ദാറ്റ് അറ്റ്ലീസ്റ്റ് ദേ ക്യാൻ ടോക്ക് അബൌട്ട് വാട്ട് എവർ ദേ വാണ്ട്. അങ്ങനെ പറഞ്ഞ് കോച്ച് പറഞ്ഞൊഴിയുകയാണ് ചെയ്തത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഞാൻ എൻ്റെ ടീമിൽ ഫോക്കസ് ചെയ്തിരിക്കുകയാണ്, എൻ്റെ വർക്കിൽ ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. നാളത്തെ മത്സരത്തിന് വേണ്ടി അദ്ദേഹം ഇന്നലെ പറയുകയാണ്, നാളത്തെ മത്സരത്തിന് വേണ്ടി ഞങ്ങൾ മാക്സിമം പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് ട്രൈ ചെയ്യും. എല്ലാ മത്സരങ്ങളും ഞങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ ഏറ്റവും മികച്ച രൂപത്തിൽ ട്രൈ ചെയ്യും. സോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലുള്ള കാര്യങ്ങളെ എങ്ങനെ നമ്മൾ ഡീൽ ചെയ്യുന്നു എന്നുള്ളത് കൂടിയാണ് എന്നുകൂടി കോച്ച് പറഞ്ഞു. അതേസമയം നഗൽസ്മാൻ ഒരു കാര്യം കൺഫേം ചെയ്തു, മുസിയാല എന്തായാലും കളിക്കും, മുസിയാല കളിക്കും എന്നാണ് കോച്ച് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ കൂടി നമുക്ക് നോക്കാം. അതായത് സ്റ്റാർട്ടിംഗ് ലൈനപ്പിൻ്റെ കാര്യത്തിൽ ജമാൽ സ്റ്റിൽ ഹാസ് എ ഫ്യൂ സ്റ്റെപ്സ് ടു ടേക്ക്, ബട്ട് ഹി വിൽ ഓൺലി ബി ഏബിൾ ടു ഇംപ്രൂവ് ഇഫ് വി ലെറ്റ് ഹിം പ്ലേ ആൻഡ് ഗിവ് ഹിം ടൈം. കളിപ്പിച്ചെങ്കിലേ അദ്ദേഹത്തിന് ഗെയിം റിതം കിട്ടുകയുള്ളൂ. ശരിക്കും അദ്ദേഹത്തിന് കുറച്ച് സ്റ്റെപ്പുകൾ കൂടി മുന്നോട്ട് പോകാനുണ്ട്, പക്ഷേ നമ്മൾ കളിപ്പിച്ചെങ്കിൽ മാത്രമാണ് അദ്ദേഹത്തിന് ആ ഒരു റിതം കിട്ടുകയുള്ളൂ. അദ്ദേഹം ട്രെയിനിങ് സെൻറ്ററിൽ നിന്ന് അദ്ദേഹം നല്ല രൂപത്തിൽ ഇപ്പം ഡെവലപ്പായി വരുന്നുണ്ട്. ഫ്രം ഗെയിം ടു ഗെയിം അദ്ദേഹം ആ ഒരു മികവ് തിരികെ പിടിക്കുന്നുമുണ്ട്. ഹി ഓൾവേസ് മേക്സ് ബെറ്റർ ഇംപ്രഷൻ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അവൻ കളിക്കും എന്ന് തന്നെ ഇപ്പോൾ കോച്ച് പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എടുത്താം.